നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പരാതി പറയുന്നതിനും പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിലും എന്നും മുൻപന്തിയിലാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനം. രാജ്യത്തിനും സംസ്ഥാനത്തിനും ഗുണകരമായി ഭവിക്കേണ്ട പല നിർണായക തീരുമാനങ്ങളും ഇടതുപക്ഷം കുളം തോണ്ടിയ അനവധി സംഭവങ്ങൾ ലഭ്യമാണ്. ആധുനിക കൃഷി, ട്രാക്ടറുകൾ തുടങ്ങി കമ്പ്യൂട്ടറുകൾ വരെ അതിൽപ്പെടും. എന്നാൽ എന്തൊക്കെ ചെയ്താലും രാജ്യത്തെയും സംസ്ഥാനത്തെയും ദശകങ്ങൾ തന്നെ പിന്നോട്ടടിച്ചാലും എന്തും വിശ്വസിക്കുന്ന അന്ധങ്ങളായ ചിലർ പിന്തുണയ്ക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ചു പോവുകയാണ് ഇവർ. ഇത്തരത്തിൽ ഒരു വസ്തുതാവിരുദ്ധമായ ആരോപണം ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാർ റേഷൻ തരുന്നില്ല, പിടിച്ചുവെക്കുന്നു എന്നൊക്കെയാണ് പരാതി. എല്ലാ കേന്ദ്ര പദ്ധതികളുടെയും ക്രെഡിറ്റ് ചുളിവിൽ അടിച്ചുമാറ്റി ആളാകുന്ന ആൾക്കാരാണ് ഈ പരാതിയുമായി വന്നത് എന്ന് ഓർക്കണം. എന്നാൽ ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കുന്ന വിഹിതത്തിൽ ഒരു കുറവുമില്ലെന്നും, എന്നാൽ കേന്ദ്രം കൊടുക്കുന്ന റേഷൻ വിഭവങ്ങൾ പോലും ഏറ്റെടുത്ത് പാവപ്പെട്ട സാധാരണക്കാർക്ക് കൊടുക്കുന്നതിൽ കടുത്ത അലംഭാവമാണ് കേരള സർക്കാർ കാണിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന പൊതുവിതരണ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരമാണ് സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടത്. മെയ് മുതലാണ് റേഷൻ വിഹിതം ഏറ്റെടുക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നാണ് പൊതുവിതരണ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രതിമാസം 1.03 ലക്ഷം ടൺ അരിയും 15,629 ടൺ ഗോതമ്പുമാണ് കേന്ദ്രം കേരളത്തിന് റേഷൻ വിഹിതമായി അനുവദിക്കുന്നത്. ഏതാനും മാസങ്ങളായി കേന്ദ്രം അനുവദിക്കുന്നതിൽ നിന്നും 17,000 ടൺ വരെ കുറച്ചാണ് കേരളം അരി മേടിക്കുന്നത്. ഗോതമ്പിന്റെ കാര്യത്തിലും 100 കണക്കിന് ടണ്ണാണ് കേരളം പാഴാക്കി കളയുന്നത്. 41 ലക്ഷം വരുന്ന മഞ്ഞ, പിങ്ക് മുൻഗണനാ കാർഡ് ഉടമകൾക്ക് കേന്ദ്രം സൗജന്യമായി നൽകുന്ന അരിയും ഗോതമ്പും, മുൻഗണനേതര വിഭാഗത്തിൽ 25 ലക്ഷത്തിലേറെ വെള്ളക്കാർഡ് ഉടമകൾക്ക് സൗജന്യ നിരക്കിൽ നൽകുന്ന അരിയും ഇതിൽ ഉൾപ്പെടും. കേന്ദ്രം സൗജന്യമായി അനുവദിക്കുന്ന മുഴുവൻ റേഷൻ വിഹിതവും കേരളം ഏറ്റെടുക്കുന്നില്ലെന്ന കണക്കുകൾ പുറത്തു വന്നതോടുകൂടി കേന്ദ്രം അരി നൽകുന്നില്ലെന്ന കേരളത്തിന്റെ സ്ഥിരം പല്ലവി ഇനി നടക്കില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേന്ദ്രം അനുവദിക്കുന്ന അരിയിൽ 17,000 ടൺ വരെയും ഗോതമ്പിൽ 400 ടൺ വരെയും കുറച്ചാണ് കേരളം ഏറ്റെടുക്കുന്നത്. എന്നാൽ പറയുന്നതാകട്ടെ കേന്ദ്രം കേരളത്തിനെ അവഗണിക്കുന്നു, പൊതുവിതരണ സംവിധാനത്തെ കേന്ദ്രം തിരിഞ്ഞു നോക്കുന്നില്ല തുടങ്ങിയ നട്ടാൽ മുളയ്ക്കാത്ത നുണകളും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ 27 ഡിപ്പോകളിൽ നിന്നാണ് സപ്ലൈകോ ഏറ്റെടുത്ത് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിന്റെ കടക്കണി കാരണം വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ട് കരാർ ബിൽ കുടിശ്ശികയായി. ഇതാണ് റേഷൻ വിഹിതം ഏറ്റെടുക്കുന്നതിൽ കുറവ് വരാനുള്ള പ്രധാന കാരണം. മെയ് മാസം മുതലാണ് റേഷൻ വിഹിതം ഏറ്റെടുക്കൽ ചുരുങ്ങിയതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലേക്ക് കൈമാറിയ കണക്കിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.